ആഹാരങ്ങളുണ്ട്. അതൊരുപാട് ഒരേ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ ഈ പാമ്പിനെ മേലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ശക്തമായിട്ട് പൊങ്ങുകയാണിത്. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു അനുഭവം കൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമ്മള് ഒരേ വർഷങ്ങളിലും ക്രിസ്മസ്, ഈസ്റ്റർ ഇതൊക്കെ നമ്മള് ആഘോഷിക്കാറുണ്ട്. ഒരു 50 ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ആഘോഷിച്ചുള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തുക. 50 ക്രിസ്മസും ഈസ്റ്ററും, 50ഉം അതിലേറെയൊക്കെ കരങ്ങൾ താത്തിടുക. അതിലേറെയൊക്കെ നമ്മള് ഇത് ആഘോഷം നടത്തുന്നുണ്ട്. ഇത് കർത്താവിന്റെ രക്തം തലമുറയിലേക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഒരേ വർഷങ്ങളിലും പുതിയ പുതിയ തലമുറകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവര് രക്ഷപ്പെടാനും അവര് തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് ഈ ആഘോഷങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. ഇത്രയും നാളും നമ്മളിത് ആഘോഷിച്ചിട്ട് നമുക്കെന്ത് മാറ്റം ഇതുവരെ ഉണ്ട്? ക്രിസ്മസും ഈസ്റ്ററും എല്ലാം നമ്മൾ ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരാറുണ്ട്, നടത്തുന്നുണ്ട്. നമുക്കെന്ത് മാറ്റമാണുള്ളത്? നമുക്കെന്തെങ്കിലും മാറ്റമുണ്ടോ ഇതുവരെ? ഈ മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് വരിക എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഈ ഭൂമിയിൽ കുറച്ചുനാള് ജീവിക്കുന്നു എന്നതല്ല, ഇവിടെ വിട്ടുപോയിട്ട് എത്ര നാള് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണാനന്തരം സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മള് പ്രാർത്ഥിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ അപ്പച്ചന്റെ സാക്ഷി അവിടെ വായിച്ചായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരിരിക്കുന്ന സമയത്താണ് അപ്പച്ചൻ സകല ജനങ്ങളുടെ മുമ്പിൽ നിന്ന് അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞത്, എന്റെ മകൻ ജീവനത്തോടുകൂടി തിരിച്ചു വരുവാണെങ്കിൽ എന്നോട് തീർത്ഥം പറഞ്ഞു. ആ മകൻ ജീവിച്ചിരിക്കില്ല, മരിച്ചു പോയി. അവിടെ അപ്പച്ചനോട് ചോദിച്ചതാണ്, ജീവിച്ചിരിക്കുന്ന ഒരാള് മരിച്ചെന്ന് പറയാനുള്ള അവകാശം ആരാണ് അപ്പച്ചന് തന്നത്? ഇവരെ പറഞ്ഞില്ല, ആള് മരിച്ചു പോയി, യാതൊരുവിധ അറിവില്ല ഇത്രയും കാലമായിട്ടും. ഇവിടെ വെച്ച് സകല ജനത്തിന്റെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞ്, ഇങ്ങനെ ബ്രദർ പറഞ്ഞിട്ടുണ്ട്, ഞാനത് വിശ്വസിക്കുന്നെന്നാല് ആരെങ്കിലും എന്റെ മകൻ ഏതെങ്കിലും കാലത്ത് അവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നെനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഇല്ല. ഇവിടെ പറഞ്ഞതിന്റെ പേരിൽ ഞാനത് വിശ്വസിക്കുന്നു. അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാല് ഞാനിവിടെ വരും, അവനെ കൊണ്ട് വരുമെന്ന് മാത്രമല്ല, ഞാനിവിടെ മാതാവിന്റെ ഒരു അടിമയായിട്ട് ജീവിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ തികച്ചും അപ്പച്ചനൊരു മാനുഷ്യ രീതി മാത്രമേ കാണുന്നുള്ളൂ. അതല്ലാതെ അതിന്റെ പിന്നിൽ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും മനസ്സിലാക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യുന്നില്ല. ഒരു മനുഷ്യനെ നിർണയിക്കാനോ പറയാനോ പറ്റാത്ത കാര്യങ്ങളാണ് മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്നത്. പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരിക്കുന്ന ആള് മരിച്ച് ജീവനത്തെ ഇല്ല. എവിടെയോ ഒരു ജഡം ചത്ത് പൊങ്ങിയപ്പോഴ് അമ്പലപ്പുഴയോ ആലപ്പുഴയിലൊക്കെ കടലിലൊരു ശവം പൊങ്ങിയപ്പോഴേ അപ്പച്ചൻ അവിടെ പോയത് എന്റെ മോനാണോന്ന് നോക്കാനായിട്ട് അവിടെ പോയി. അത്രമാത്രം വിശ്വസിച്ചിരുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാലും ദൈവം പറയുന്നത് അംഗീകരിക്കാനോ അനുസരിക്കാനോ തയ്യാറല്ലായിരുന്നു. ദൈവത്തോട് പറഞ്ഞ വാഗ്ദാനത്തിൽ പൂർത്തീകരിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴേ അനുഭവിക്കുന്ന ദുരിതം എത്രമാത്രം വലുതാണ്. ഇവിടെ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ആന്റി എന്നെ വിളിക്കുമ്പോഴേ കർത്താവിനോട് സംസാരിച്ച് ഏകദേശം
അവസാന സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞ അപ്പച്ചൻ്റെ ഒരിക്കല് ഈശോ മറിയ ഔസേപ്പ് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോഴ് ആന്റി കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ച് അതിനുള്ള സമയമായോ? എങ്കിലും വാഗ്ദാനം നിറവേറ്റേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പറഞ്ഞിരിക്കുന്നത് ദൈവത്തോടാണ്. ഈ ഒരേ മേഖലകളും നമ്മുടെ ജീവിതത്തിലെ അടയാളങ്ങളായിട്ട് വരുമ്പോൾ, രോഗങ്ങള്, കുടുംബ തകർച്ച, സാമ്പത്തികമായ തകർച്ചകളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഇത്രയൊക്കെ പ്രശ്നങ്ങളായിട്ട് മരിച്ച അപ്പച്ചൻ, കാരണം ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റാതെ മരിക്കാനായിട്ട് സാധിക്കില്ല. മരിച്ചാലും ആ വ്യക്തി ഈ ലോകത്തൊക്കെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഒരിക്കലും ആത്മാവിന് സമാധാന സ്വസ്ഥത ലഭിക്കുകയില്ല. കാരണം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ദൈവാത്മാവിനോടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യം സാധിച്ചു കഴിയുമ്പോൾ ആ കാര്യം സാധിച്ചു എന്നുള്ള ഒരു ചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പാടില്ല. കാരണം ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കൂട്ടായ്മയിൽ വരുന്നത് ദൈവത്തിന്റെ വഴി അവിടെ തുറന്നു തരികയാണ്. നിങ്ങൾക്ക് ദൈവത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി തുറക്കുകയാണ്. രണ്ടാമത്, കൗൺസിലിങ്ങിലൂടെ എങ്ങനെ ആ പാതയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കി തരുന്നത്. ദൈവവുമായുള്ള ബന്ധം നിലനിർത്താനായിട്ടാണ്, മുന്നോട്ട് തുടരാനായിട്ടാണ് ഇതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ച്. നമ്മുടെ എഴുതിയിട്ട് ഏതെങ്കിലും ഒരു ആവശ്യം സാധിച്ചു കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് മാറി, പ്രാർത്ഥനയിൽ നിന്ന് മാറി, പിന്നെ നമ്മളങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും തയ്യാറാകാറില്ല. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ നിരന്തരം ആത്മാവിനെ ശുദ്ധീകരിച്ചെങ്കിലേ നിത്യതയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. താൽക്കാലികമായൊരു പ്രാർത്ഥനയോ താൽക്കാലികമായൊരു കൂട്ടായ്മയോ അല്ല, നിരന്തരം ദൈവവുമായുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മളിലുള്ള ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നുള്ളൂ. നിങ്ങളിലുള്ള ആത്മാവ് ശകലമെങ്കിലും ശുദ്ധീകരിക്കപ്പെട്ട് എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ എഴുതിയിടുന്ന അപേക്ഷകള് സാധിച്ചു കിട്ടുക. അത് പൂർണ്ണമായിട്ട് തുടർന്ന് കൊണ്ടുപോകുക എന്നാണ് ദൈവം കുർബാന രോഗങ്ങളെ കുറിച്ച് ആകുലത നമുക്കുണ്ടോ? ആ രോഗങ്ങൾ നമ്മളെ കൂടുതൽ ശക്തീകരിക്കും. കൂടുതലായിട്ട് നമ്മളെ അത് സ്വാധീനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കളുടെ ശാപം ഏറ്റുമേടിച്ചിട്ടുള്ള മക്കള് ഈ ലോകത്തിന്റെ കീഴിൽ എവിടെ പോയാലും അവര് എങ്ങനെ രക്ഷപ്പെടില്ല. ഒരിടത്ത് പോയി അവർ ഉറച്ചു നിൽക്കില്ല, നിൽക്കാൻ സാധിക്കത്തില്ല. ഒരു ജോലി അവരെ കൊണ്ട് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റില്ല. 2 ദിവസം ഒരിടത്ത് ജോലി ചെയ്താൽ 4 ദിവസം വേറെ ഒരിടത്ത് കറങ്ങി നടക്കും. എങ്ങും പോയി അടിസ്ഥാനമായിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല. കാരണം മറ്റൊന്നുമല്ല, മാതാപിതാക്കളുടെ ശാപം ഏറ്റുമേടിച്ചിട്ടുള്ള മക്കള്. മാതാപിതാക്കളെ മക്കളെ ശപിക്കുന്നത് ഇതുപോലെ വരും.
മാതാപിതാക്കൾ മക്കളെ ശപിക്കുമ്പോൾ ഇരുട്ടിന്റെ കാരണങ്ങളായിട്ട് വരും. അവരുടെ ജീവിതം അന്ധകാരപൂർണമായിട്ട് മാറും. എങ്ങും അടിസ്ഥാനമായിട്ട് അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ ഓടി നടക്കും, പരക്കം പാഞ്ഞ് നടക്കുക. എപ്പോഴാണോ മക്കളുടെ ഉത്തരവാദിത്വം പിതാവായ ദൈവകരങ്ങളിലേക്ക് മാതാപിതാക്കള് സമർപ്പിക്കുന്ന ആ നിമിഷം മുതൽ മാത്രമേ മക്കൾ രക്ഷയുടെ വഴിയിലേക്ക് വരികയുള്ളൂ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ നന്ദി. പോയിന്റുകളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോഴാണ് ഇവിടെ ദൈവം ഈ അടയാളം വെളിപ്പെടുത്തുന്നത്. അത് വെറുതെ തോന്നിയ രീതിയിൽ പോവല്ല. രാവിലെ മുതൽ ഇത്ര നേരം പോയായിരുന്നു. ഏതെങ്കിലും അടയാളങ്ങൾ നിങ്ങൾക്ക് തരേണ്ടതിനാണ്. മാതാപിതാക്കളെ ശാപത്തിലേക്ക് നയിക്കുന്ന മക്കള്, ശപിച്ചുകൊണ്ട് വീട്ടിൽ ജീവിക്കുന്ന മാതാപിതാക്കള് ഇങ്ങനെയുള്ള കൂട്ടരിൽ ജീവിക്കുന്ന ഭവനത്തിന്റെ അന്തരീക്ഷമാണ് ഇവിടെ വെളിപ്പെടുത്തി തരുന്നത്. അനുദപിക്കാനോ മാറ്റത്തിൽ വരാനോ തയ്യാറാകാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റാരോപണം നടത്തി നീ കാരണമാണ്, അവന്റെ കാരണമാണ്. അതേപോലെ തന്നെ പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ കുടുംബം തകരാൻ പോവുകയാണ്. ഒരു കാരണവശാലും അത് എഴുന്നേറ്റത്തിലേക്ക് വരില്ല, മുന്നോട്ട് ഉയരത്തില്ല. നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സന്തതികള്, നിങ്ങളുടെ ജീവിത പങ്കാളി പോകുന്നതെല്ലാം പരാജയപ്പെടും. കാരണം ഒരു രൂപയെങ്കിലും പലിശക്കാശ് മേടിച്ചാൽ അനേകരുടെ കണ്ണുനീരാണ് നിന്റെ ഭവനത്ത് വലിച്ചു കയറ്റുന്നത്. ആ കണ്ണുനീര് നിന്നെ ഇരുട്ടിലേക്ക് ആഴ്ത്തും. ഈ ചെയ്യുന്ന എല്ലാ മേഖലകളും പരാജയപ്പെടും, തകരും. ആരുടെയെങ്കിലും കയ്യിൽ ഒരു രൂപയെങ്കിലും നമ്മള് പലിശയാനത്തിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നതൊക്കെ നിലനിൽക്കും. ഇല്ലാതൊക്കെ വിഷയമായിട്ട് മാറും. നിങ്ങളുടെ കണ്ണുമുമ്പിൽ തന്നെ മക്കൾ വട്ടുപിടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഭ്രാന്ത് പിടിച്ച് ഓടി നടക്കുന്നത് മാതാപിതാക്കൾക്ക് കാണേണ്ടി വരും. ലോകത്തിന്റെ മൂർഖയുടെ അവസ്ഥയിൽ അവര് അകപ്പെട്ടു പോകും. ചെയ്യുന്നതും പറയുന്നതും ഒന്നും വിലപ്പെട്ടു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലിശ കൊടുക്കുന്നവരുടെ കാര്യങ്ങൾ പലിശ കൊടുക്കുന്നവർ, കാശ് കടമേടിച്ചിട്ട് പലിശ കൊടുക്കുന്നവർ, ഇത്രേ ആൾക്കാര് നിങ്ങൾ പലിശക്കാരി വരുമ്പോൾ സന്തോഷത്തോടുകൂടിയാണ് കൊണ്ട് എന്നാ നിങ്ങൾ തരാനുള്ള എന്നാന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. എത്രമാത്രം നിങ്ങളുടെ മനസ്സ് വേദനിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. ഈ മേടിക്കാൻ വരുന്ന വ്യക്തി ആരുടെ വേദനയെ ഏറ്റു മേടിക്കുന്നത്? ഇന്ന് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും, പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ സന്തതികൾക്ക് കുഞ്ഞുങ്ങളില്ലാതുള്ളവരുണ്ട്, തലമുറയില്ലാതുള്ളവര്. ഉള്ള തലമുറയിലുള്ളവര് ഒരിക്കലും സ്വസ്ഥതയിലും സമാധാനത്തിലും ഇല്ലാതെ വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കർത്താവ് അകത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സന്ദേശം തരികയാണ്, ആഴമായിട്ട് ശക്തമായ രീതിയിൽ പ്രാർത്ഥിക്കാൻ. അതായത് വഴി മുടക്കുന്നവർ, വഴി തടയുന്നവരും വഴി മുടക്കുന്നവരും, പിതാവിന്റെ മാതപീഠമായിരിക്കുന്ന ഭൂമി, ആ ഭൂമിയില് വഴി തടയാനായിട്ട് തയ്യാറാകുന്ന മക്കള്, വ്യക്തികള്, അതിൽ അന്ധകാര ശക്തി ഇടപെടുന്നതുകൊണ്ടാണ് വഴി തടയാനായിട്ട് തയ്യാറാകുന്നത്. അപ്പോഴ് അങ്ങനെ ലോകമെമ്പാടും വഴി തടയുന്ന മക്കളുണ്ട്. വ്യക്തിപരമായ രീതിയിൽ വഴി തടയുന്നവരുണ്ട്. അതേപോലെ തന്നെ അനേകരും താമസിക്കുന്ന സ്ഥലങ്ങളിൽ വഴി തടയുന്നവരുണ്ട്. അങ്ങനെ വഴി തടയുന്ന വ്യക്തികളുടെ മേൽ ഇന്ന് തന്നെ കർത്താവിന്റെ കരം ഇറങ്ങി വരാനായിട്ട് കരങ്ങൾ ഉയർത്തുക എല്ലാവരും.
ഇന്ന് ഈ നിമിഷം ഇപ്പോഴ് ഈ വഴി തടയുന്ന എല്ലാ മക്കളുടെ മേലും പിതാവേ നിന്റെ കരം പല മക്കളും സ്ത്രീകളും വല്യമ്മമാരും ഒക്കെ വഴി തടഞ്ഞതിന്റെ ഫലമായിട്ട് ഏണി വെച്ച് മതിലിയാടി മതിലേ കൂടെ ഒക്കെ കയറി പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് രീതി കാണിക്കാറുണ്ട്. വഴി നടക്കാൻ കിട്ടിയവര് ഈ വിഷമതയെല്ലാം മനസ്സിലാക്കാറുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനുള്ള വഴി കിട്ടിയവരോ വഴിയുള്ളവരോ വഴിയില്ലാത്തവരുടെ വേദന വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ വഴിയില്ലാത്ത ഒരു സാഹചര്യം വന്ന് സംഭവിക്കുമ്പോഴേ അതിന്റെ വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ ഈ പ്രാർത്ഥനയില് വഴി തടയുന്ന ഒരുവിധപ്പെട്ട എല്ലാ മക്കളുടെ മേലും ദൈവത്തിന്റെ കരം ഇറങ്ങിയതിന്റെ അടയാളമാണ് ഈ ഇരുത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. അതിന് ഒന്നീ തളർന്നു പോകും, ഇല്ലെങ്കിൽ മരണം വരെ സംഭവിക്കുവാണ്ട് ജീവിതത്തിൽ. കാരണം മാനസാന്തരപ്പെടാണ്ട് തയ്യാറാകുന്നെങ്കിൽ രക്ഷയുടെ വഴിയിലേക്ക് വരില്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ കർത്താവ് തുടച്ച് മാറ്റി. അങ്ങനെയുള്ളവര് വീണ്ടും വീണ്ടും വഴി സാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ അത് നശിപ്പിക്കുകയോ തടയുകയോ ചെയ്യുന്നതല്ല. അത് ഇനിയിപ്പോഴ് ദൈവത്തിന്റെ കരം അതീവ ശക്തമായിട്ട് വളരെ പെട്ടെന്നായിരിക്കും പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. നിസ്സാരവട്ടല്ല. ഈ കൂട്ടത്തില് വഴി തടയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏതെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്തെങ്കിലും അനർത്ഥം നിങ്ങൾ കാണാൻ സാധിക്കും. സംശയിക്കുന്നില്ല. വലിയ കണ്ണുനീരിന് ഉടമേലുള്ള അവസ്ഥയായിരിക്കുമെന്ന് നിങ്ങളെ സ്വാധീനിക്കുന്നു. കാരണം വഴി തടയാനായിട്ട് മനുഷ്യന് ദൈവം ഒരിക്കലും അവകാശം കൊടുത്തിട്ടില്ല. വഴി തടയാനായിട്ട് ഒരിക്കലും ദൈവം ഒരു മനുഷ്യന് അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഇന്ന് നിങ്ങൾക്കൂടെ ഒരു പ്രത്യേക പ്രാർത്ഥന പറഞ്ഞു തരാനായിട്ടാണ് ഈ വർഷം കർത്താവ് തന്നിരിക്കുന്ന പ്രാർത്ഥന. പേപ്പറൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കുക. എഴുതിയെടുക്കുന്ന ബഹളം ഉണ്ടാകെ സംസാരിക്കരുതാരും.
ഇവിടെ കഴിവതും ഇവിടെ പറയുന്ന നിർദ്ദേശങ്ങള് സ്വീകരിക്കാൻ തയ്യാറായ കാരണം നമ്മള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത് നഷ്ടപ്പെടാതെ ആ നിരൂപി നഷ്ടപ്പെടാതെ സ്വീകരിക്കാനായിട്ട് തയ്യാറായത്. അപ്പോഴ് ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴ് ആദ്യം സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 3 പ്രാവശ്യം നന്മ നിറഞ്ഞ് പറയുന്നേ എന്നുള്ള പ്രാർത്ഥന. ഇത് കഴിഞ്ഞതിന് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി പൂർത്തിയാക്കിയതിന് ശേഷം ഈശോയുടെ തിരുമുറിവിൽ എന്നെ മറയ്ക്കണമേ, ഈശോയെ നിന്റെ തിരുമുറിവിൽ എന്നെ മറയ്ക്കണമേ. നിങ്ങൾ വ്യക്തിപരമായിട്ട് ചൊല്ലുന്നെങ്കിൽ എന്നെ എന്ന്, സമൂഹമായിട്ടാണ് ചൊല്ലുന്നെങ്കിൽ ഞങ്ങളെ എന്നുമായിരിക്കണം പറയേണ്ടത്. അത് ജപമാലയില് 10 പ്രാവശ്യം കൊന്ത ചെല്ലുന്ന പോലെയാണിത് പ്രാർത്ഥിക്കേണ്ടത്. 53 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലണം. ഈശോയെ അവിടെ തിരുമുറിവിൽ എന്നെ മറയ്ക്കണമേ, ഞങ്ങളെ മറയ്ക്കണമേ. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ഇതാണ്: ഈശോയെ അങ്ങ് തിരുരക്തത്താൽ എന്നെ സംരക്ഷിക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ എന്നെയും ഞങ്ങളെ സംരക്ഷിക്കണമേ. വ്യക്തിപരമായിട്ടാണെങ്കിൽ എന്നെ എന്നും, സമൂഹമായിട്ടാണെങ്കിൽ ഞങ്ങളെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതും കൊണ്ടുചെല്ലുന്ന പോലെ തന്നെ 53 പ്രാവശ്യം അത് ചൊല്ലുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരേന്നും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ 10 ചൊല്ലിക്കഴിയുമ്പോൾ ഒരു നന്മ നിറഞ്ഞ് പറയുമേ പരിശുദ്ധ മറിയമേയും ചൊല്ലണം. ഈശോയുടെ തിരുപ്പുറവിനെ മറക്കണമെന്ന് പറഞ്ഞ് 10 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധ മറിയമേയും ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് പ്രാർത്ഥിക്കേണ്ടത്: ഈശോയെ അവിടുത്തെ തിരുരക്തത്തിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ പ്രകാശത്തിൽ ഞങ്ങളെ നയിക്കണമേ. ഈശോയെ അങ്ങനെ തിരുരക്തത്തിന്റെ പ്രകാശത്തിൽ അല്ലെങ്കിൽ തിരുരക്തത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങളെ നയിക്കണമേ. ഈശോയെ അങ്ങേ തിരുരക്തത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതും ഈ 53 പ്രാവശ്യം 40 പ്രാവശ്യം ചൊല്ലിയിട്ട് ഒരേ നന്മ പറഞ്ഞ മറിയമേ ചൊല്ലുക. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രാർത്ഥനയിലൂടെ ഒരുപാട് വിടുതൽ, ഒരുപാട് പ്രശ്ന പരിഹാരങ്ങളിലേക്കാണ് നയിക്കുക. ഭയമുള്ളവരുടെ ഭയം മാറും, ആകുലത ഉൾക്കൊണ്ടവരുടെ പലവിധ രോഗങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. പ്രത്യേകിച്ചും സാമ്പത്തിക ബാധ്യതയുള്ള മക്കൾക്ക് കർത്താവ് അതിൽ നിന്ന് മോചനം തരും. സാമ്പത്തിക ബാധ്യതയുള്ളവർക്ക്. അതുകൊണ്ട് നിങ്ങളത് 3 മണിക്കുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവര് ഫോണിലൂടെ എന്നെ വിളിച്ചല്ല പറയേണ്ട സാക്ഷ്യം. നിങ്ങൾക്ക് എന്താണോ മാറ്റം കിട്ടുന്നത് അത് നിങ്ങൾ ഉപകാരമാണ് എഴുതിയിട്ട് സാക്ഷ്യപ്പെടുത്തുക. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു: ബ്രദറെ, ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുന്നതിന് മുമ്പ് പല രീതിയിലുള്ള വെല്ലുവിളി ജപമാല എന്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. പല കളറിലുള്ള വെല്ലുവിളി ജപമാല എന്റെ കയ്യിലിരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ വ്യക്തി തന്നെ പറയുന്നു: ഞാൻ കൊല്ലത്തുള്ളത് പ്രാർത്ഥിക്കാൻ പോയപ്പോ, കുർബാനയ്ക്ക് പോയപ്പോഴ്
മാതാവിനോടൊരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നു. ഇനി അതുകൊണ്ടങ്ങനെ ജവന്മാരെ കാണിച്ചതെന്നാണോ അതോ ഇനി മര്യസദനിൽ നിന്ന് ഈ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം കാണിച്ചെന്നാണെന്ന് അറിയത്തില്ല. എന്താ അറിയാതിരിക്കാൻ കാരണം? കാര്യം എന്താ? കാണുന്നിടത്തെല്ലാം ഓടുക, കണ്ടിടത്തെല്ലാം ഓടിച്ചാടി പോയേക്ക. അവിടെയും പോയൊരു നേരത്തെ ഇവിടെയും പോയിട്ട് നേരത്തെ ഇത് കിട്ടുന്ന അനുഗ്രഹം എവിടെ നിന്നാണെന്ന് എങ്ങനെയാണ് അറിയുന്നത്? എവിടെ നിന്നാണ് നമുക്ക് ദൈവം അനുഗ്രഹം തന്നതെന്ന് എങ്ങനെയാ അറിയുന്നത്? അപ്പൊ അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ ആ പോകുന്ന സ്ഥലം വിശ്വാസത്തിലേക്ക് നമ്മളത് പ്രാർത്ഥിക്കാൻ പാടില്ല. ആവർത്തിച്ചിട്ട് കാണുന്നിടത്തെല്ലാം പോയി നമ്മള് ഇതേപോലുള്ള രീതിയിൽ പോകാനും പാടില്ല. കാരണം ഇവിടെ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് ചൂഷണത്തിന്റെ കാലഘട്ടങ്ങളിലേക്കാണ് ലോകം വരുന്നത്. കാണുന്നിടത്തും വരുന്നിടത്തും എല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ദൈവം എവിടെ വെച്ച് എങ്ങനെ എപ്പോഴാണ് പ്രവർത്തിച്ചത് നമുക്കറിയാൻ പറ്റില്ല. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വെള്ളത്തിന് വേണ്ടി പറഞ്ഞായിരുന്നു, പ്രാർത്ഥിച്ചായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ബോറിങ്ങിന്റെ പൈപ്പൊക്കെ താഴ്ത്തി. അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നാളെ ചെയ്യുന്നതിന് ബാക്കിയുള്ള ഓസും എല്ലാം ചെയ്യണം. അത് മിക്കവാറും അടുത്ത വെള്ളിയാഴ്ച ചെയ്യാനുള്ളത്. നമുക്ക് എല്ലാവർക്കും എങ്ങനെ ചിന്തിക്കാം? എനിക്ക് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക, വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുക. അതെല്ലാവരും അങ്ങോട്ട് കരങ്ങൾ നീട്ടി പിടിക്കുക. നമ്മുടെ അമ്മ മക്കൾക്ക് കുടിക്കാനായിട്ട് വെള്ളമില്ലാത്തതിന് മക്കൾക്ക് കുടിക്കാനായിട്ട് വെള്ളം അമ്മയിലൂടെ തരികയാണ്. അമ്മ തരുന്ന വെള്ളം അമ്മയുടെ വിമല ഹൃദയം പോലെ പരിശുദ്ധമുള്ളതാക്കി തരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും രണ്ട് കരങ്ങളോട് നീട്ടി പിടിക്കുക. യേശുവേ, 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 നമുക്കിപ്പോഴേ നമ്മളോട് കൂടെ ഇറ്റലിയില്, റോമിൽ, ലണ്ടനില്, അമേരിക്കയിൽ ഇങ്ങനെ വിദേശ രാജ്യങ്ങളില് നമ്മളോട് കൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ കോയമ്പത്തൂര്, പിന്നെ പൂന, ബോംബ, അതുപോലെ തന്നെ കർണാടക, ബാംഗ്ലൂർ, അമ്മാനഗർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് നമ്മളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൂട്ടായ്മകളുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ഇതിനോട് ചേർന്ന് കൂട്ടായ്മ നടക്കുന്നുണ്ട്. ആ കൂട്ടായ്മകളെല്ലാം സമർപ്പിക്കാം. നമ്മളോട് കൂടെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള അച്ഛന്മാർ, പ്രത്യേകിച്ച് റോമിലും, ഇറ്റലിയിലും, ലണ്ടനിലും, അമേരിക്കയിലും ഒക്കെ മര്യസദനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ അച്ഛന്മാരുടെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ കൊടുത്തുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാം. യേശുവേ, പ്രത്യേകിച്ച് നമുക്ക് കൊളോസിയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, യേശുവേ,